അവകാശമില്ല. തിരുത്തി എഴുതണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വേദിയിൽ അക്ഷരം ഉണ്ടാവുന്ന ഒരു മതപരമായി മതപരമായിട്ട് യാതൊരു നിലപാടുമില്ല. നിങ്ങൾ തിരുത്തി എഴുതാൻ പറഞ്ഞ നിങ്ങളൊരു അക്ഷരം ഇങ്ങളെ പോലല്ലോ പള്ളി പോകുന്ന ടീമാണ്. പള്ളി പോയി നിസ്കരിക്കാൻ കൈ കട്ടി മമ്മൂട്ടി. അതേ കൈ കട്ടിയപ്പോ നോക്കുമ്പോ അടുത്ത് നിൽക്കുന്നവർ ഏത് ഇങ്ങനെ ഉടനെ എന്ത് ചെയ്ത് മമ്മൂട്ടി തന്നെ സുജൂതി ഏത് ശ്രദ്ധിക്കാൻ ഇല്ല. കൈകെട്ടുന്നതിന് മുമ്പുള്ള കാര്യം നമ്മള് പറയുന്നത്. കൈകെട്ടുന്നതിന് മുമ്പുള്ള കാര്യം നമ്മള് പറയുന്നത്. പേര് വരുമ്പോൾ കാര്യം കൈകെട്ടുകാരും സംസാരിക്കത്തില്ലെന്ന് നമുക്ക് നിങ്ങൾ പറയാൻ തന്നെ അറിയാം. അതിനെ അതല്ല ഞാനങ്ങ് വരുന്ന ഇവിടെ മാത്രം അലി വന്നിടയ്ക്ക് അങ്ങനെയായിരുന്നു പറഞ്ഞത്. അലി എന്ന് പറഞ്ഞ അലി നീ എന്ന് പറഞ്ഞല്ലേ ഉള്ള കാര്യമുള്ള പോലെ പറഞ്ഞു. പക്ഷെ നീ അത് എനിക്കിട്ട് വെച്ച് താങ്ങി. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. അലി ഇത് പറഞ്ഞ് നമുക്കിട്ട് വെച്ച് താങ്ങി. അപ്പൊ അതൊന്നുമല്ല നമ്മളിവിടെ പറഞ്ഞു വന്നത്. നമ്മളിവിടെ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ചർച്ച ചെയ്ത് അതിനെ കുറിച്ച് സംസാരിച്ചാൽ മതി. പറഞ്ഞ മനസ്സിലായി. കാട് കയറി പോകേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഞങ്ങൾക്കും കാട് കയറാൻ അറിയാം. ഏത് ഡ്രസ് പെരുന്നാളിനും പള്ളി കേട്ടിരുന്നു നാട്ടില് കേട്ടോ. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യം. വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഞങ്ങള് മുസ്ലിങ്ങളാണ്. ഞങ്ങള് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയും ചോണ്ടി എന്ന് പറഞ്ഞ് അന്യൊരു ജാതിക്കാരൻ ഇങ്ങോട്ട് വരുമ്പോഴേ ഞങ്ങൾ അവന്റെ അടിതാകാൻ നിൽക്കത്തില്ല. അന്യ ഒരു ജാതിക്കാരൻ ഞങ്ങൾ എടുക്ക വരുമ്പോ ഞങ്ങൾ ഒരുമിച്ച് അവന് കിട്ടുക. അല്ല അവന്റെ അതറിയാം. അതാ നിങ്ങൾക്ക് വന്ന ജോലി. നിങ്ങൾ അവന്റെ താങ്ങിയതാണ്. അല്ലെങ്കിൽ ഇയാള് പറയാ ഖുർആൻ തിരുത്തി എഴുതാന്. നിങ്ങൾ ഉണ്ടായിട്ടോ. നിങ്ങളല്ലേ പറയോ ഖുർആൻ തിരുത്തി എഴുതാൻ. നിങ്ങൾ പറയൂ. നിങ്ങളൊക്കെ അവരൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുകയാണ്. മുജാഹിദിന്റെ വലിയ ആളാണല്ലോ. എന്നിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുന്നത് നാണുണ്ടോ മനുഷ്യന്? നിങ്ങൾ മുജാഹിദിന്റെ വലിയ ആളാണല്ലോ. മയ്യത്ത് നമസ്കരിക്കാത്ത നിങ്ങളല്ലയോ? നിങ്ങളൊരു പറയുന്ന കാര്യം ആരാ മയ്യത്ത് ആദ്യം പറയും സുബിയത്തെ വെക്കാതെ പറഞ്ഞാളി. എന്നിട്ടൊന്ന് പോ.